ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ജീവന് ഭീഷണി ഉയർന്നിരിക്കുന്നു. ലെബനനിൽ നടന്ന പേജ് സ്ഫോടനങ്ങൾക്കൊടുവിൽ ഹിസ്ബുള്ള ഭീകരർ വീണ്ടും പകപോക്കുവാനായി ഇറങ്ങുകയാണ്. എന്നാൽ അവർ കണ്ടുവച്ച വഴിയാണ് ഇസ്രായേലിനെ പോലും ഞെട്ടിച്ചു കളഞ്ഞത്. മുള്ളിനെ മുള്ളുകൊണ്ടെടുക്കുക എന്ന് പറയും പോലെ ഇസ്രയേലി ജനതയെ കൊണ്ട് തന്നെ നെതന്യാഹുവിന്റെ ജീവൻ എടുക്കാനാണ് അവരുടെ പടപ്പുറപ്പാട്. എന്നാൽ കളിക്കുന്നത് ആരോടാണെന്ന് അവർ ഇടയ്ക്ക് മറന്നു പോകുന്നത് കൊണ്ടാകാം വീണ്ടും വീണ്ടും ഇവർ സ്വയം കുഴികുത്തി വീഴുകയാണെന്ന ആക്ഷേപങ്ങളാണ് ലോക രാജ്യങ്ങളുടെ ഭാഗത്തു നിന്നും മുഴുവനും ഉയരുന്നത്. അതെ, അവർ പൊരുതുന്നത് ഇസ്രയേലികളോടാണ്. അതിജീവനത്തിലൂടെ അവർ കെട്ടിപ്പൊക്കിയ സാമ്രാജ്യമാണത്. അതിനെ തകർക്കാൻ അതിനെ ഒന്ന് തൊടാൻ പോലും ജൂതർ സമ്മതിക്കില്ല എന്ന കാര്യം ഉറപ്പാണ്. നെതന്യാഹുവിനെതിരെ ഉയർന്ന വധഭീഷണിക്ക് മുമ്പ് നമുക്ക് ഇസ്രായേലികളുടെ ആ അതിജീവന കഥ വേണം പറഞ്ഞു തുടങ്ങാൻ. ലോകത്തിലെ ഏറ്റവും അധികം പീഡിപ്പിക്കപ്പെട്ട ജനത ഏതാണെന്ന ചോദ്യത്തിന് ഒരേ ഒരു ഉത്തരം മാത്രം. അതെ, അവരുടെ പേരാണ് ജൂതർ. എന്നാൽ ആ താഴെ തട്ടിൽ നിന്നും അവർ ഉയർന്നു വന്നത് ലോകം തന്നെ കീഴടക്കാനായിരുന്നു. ഒരുപക്ഷെ അവരുടേത് തന്നെയായിരിക്കും ലോകം കണ്ട ഏറ്റവും വലിയ അതിജീവനവും. ക്രിസ്തുവിന്റെ ഘാതകർ എന്ന പേരിൽ യൂറോപ്പിൽ ഒരു കാലത്ത് അവർ ആട്ടിയോടിക്കപ്പെട്ടു. ഒരു ഗ്രാമത്തിൽ തന്നെ എന്ത് കളവ് നടന്നാലും ജൂതനെ പിടിച്ച് കെട്ടിയിട്ട് തല്ലിക്കൊല്ലുകയും കൈവെട്ടുകയും ചെയ്യുന്ന ഒരു കാലമുണ്ടായിരുന്നു. ഇസ്ലാമിക മതശാസനകൾ പ്രകാരം കണ്ടിടത്ത് വെച്ച് കൊല്ലപ്പെടേണ്ടവരാണ് ജൂതർ. കിട്ടാവുന്നിടത്ത് വെച്ചെല്ലാം ഇസ്ലാം ജൂതർക്കിട്ട് പണിതത് ലോക ചരിത്രമാണ്. രണ്ടാം ലോക മഹായുദ്ധകാലത്താകട്ടെ ഹിറ്റ്ലർ ജൂതർക്ക് നേരെ നടത്തിയ കൂട്ടക്കൊലകൾ കുപ്രസിദ്ധമാണല്ലോ. ജൂത ജനസംഖ്യ 1/3 കുറഞ്ഞു. അങ്ങനെ സമാനതകളില്ലാത്ത പീഡിപ്പിക്കപ്പെട്ട ഒരു ജനതയ്ക്ക് ഒരു രാജ്യം വേണമെന്ന ആവശ്യത്തെ തുടർന്നാണ് ഇസ്രയേൽ പിറക്കുന്നത്. 48-ൽ പിറന്നു വീണ ആ കൊച്ചു രാഷ്ട്രത്തെ വളഞ്ഞിട്ട് ആക്രമിക്കുകയായിരുന്നു സിറിയയും ജോർദാനും ഈജിപ്തും അടക്കമുള്ള ഇസ്ലാമിക രാജ്യങ്ങൾ ചെയ്തത്. എന്നിട്ടും ചോര ചിന്തി ഇസ്രയേൽ എന്ന കുഞ്ഞൻ രാജ്യം ജയിച്ചു കയറി. പിന്നീട് 67-ലും 71-ലും യുദ്ധം നടന്നപ്പോഴും ജയം യഹൂദർക്ക് തന്നെയായിരുന്നു. ആ ജനതയോടാണ് ഇവരുടെ ഈ ഓലപ്പിപ്പി കാണിച്ചുള്ള ഭീഷണി എന്നാണ് കളിയാക്കലുകളോടെ പല നിരീക്ഷകരും ഉന്നയിക്കുന്നത്. ഇനി നമുക്ക് നെതന്യാഹുവിന് നേരെ തൊടുത്ത ഹിസ്ബുള്ളയുടെ ആ ഭീഷണി പരിശോധിക്കാം. പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഉൾപ്പെടെയുള്ള ഉന്നത ഇസ്രയേൽ ഉദ്യോഗസ്ഥരെ വധിക്കാനുള്ള ഇറാനിയൻ ഗൂഢാലോചനയിൽ പങ്കെടുത്തുവെന്നാരോപിച്ച് ഒരു പൗരനെ ഇസ്രയേൽ ഏജൻസികൾ അറസ്റ്റ് ചെയ്തതോടെയാണ് ഈ ഞെട്ടിക്കുന്ന വിവരം പുറത്തു വരുന്നത്. പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവരെ വധിക്കാൻ ജൂതന്മാരെ ഉൾപ്പെടെ രംഗത്തിറക്കാൻ ഇറാൻ ഏജൻസികൾക്ക് കഴിഞ്ഞത് ഇസ്രയേൽ ഭരണകൂടത്തെ മാത്രമല്ല അമേരിക്കയെയും അമ്പരപ്പിച്ചിട്ടുണ്ട്. ഇസ്രയേൽ പൗരനായ 73-കാരനെ കഴിഞ്ഞ മാസമാണ് ഇസ്രയേൽ സുരക്ഷാ ഏജൻസി അറസ്റ്റ് ചെയ്തിരുന്നതെങ്കിലും ഇപ്പോഴാണ് ഈ വിവരം പോലീസും ഇസ്രയേലി സുരക്ഷാ ഏജൻസിയും സ്ഥിരീകരിച്ചിരിക്കുന്നത്. അഷ്കലോണിലെ താമസക്കാരനായ ഈ ജൂതൻ 2 തവണ ഇറാനിൽ പോയി ഒരു ഇറാനിയൻ ഏജന്റായി പ്രവർത്തിക്കാൻ പണം സ്വീകരിച്ചതായും അന്വേഷണ ഉദ്യോഗസ്ഥർ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഇയാൾ തുർക്കിയിൽ ദീർഘകാലം താമസിച്ചിരുന്നതായും തുർക്കി ഇറാനിയൻ പൗരന്മാരുമായി ബിസിനസ് സാമൂഹിക ബന്ധങ്ങൾ ഉണ്ടായിരുന്നുവെന്നും ഇസ്രയേൽ അധികൃതർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇറാനിയൻ സുരക്ഷാ ഉദ്യോഗസ്ഥരുമായി ഇസ്രയേലി പൗരൻ കൂടിക്കാഴ്ച നടത്തിയതോടെയാണ് ഇയാൾക്ക് ചുമതലകൾ നൽകപ്പെട്ടിരുന്നതത്രേ. അന്നു മുതൽ നിശ്ചിത സ്ഥലങ്ങളിൽ പണവും ആയുധങ്ങളും എത്തിക്കുക, രഹസ്യാന്വേഷണ വിവരങ്ങൾ ശേഖരിക്കുക, ഇസ്രയേൽ പൗരന്മാരെ സ്വാധീനിക്കുക തുടങ്ങിയ അസൈൻമെന്റുകൾ ഇപ്പോൾ പിടിയിലായ ഈ ഇസ്രയേൽ പൗരന് ഇറാൻ ഏജൻസികൾ നൽകിയിരുന്നു എന്നാണ് ഇസ്രയേൽ ആരോപിക്കുന്നത്. ഓഗസ്റ്റിൽ ഇയാൾ 2ാമതും ഇറാനിലേക്ക് പോയി അവിടെ നെതന്യാഹു, ഇസ്രയേൽ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റ്, ഷിൻ ബെറ്റ് മേധാവി റോണർ ബാർ എന്നിവർക്കെതിരായ നീക്കങ്ങൾക്ക് സഹായിക്കാൻ പ്രത്യേക ചുമതല നൽകിയതായാണ് ഇസ്രയേൽ സുരക്ഷാ ഏജൻസി കണ്ടെത്തിയിരിക്കുന്നത്. ഇസ്രയേൽ പുറത്തുവിട്ട വിവരങ്ങൾ അനുസരിച്ച് അറസ്റ്റിലായ ഇസ്രയേൽ പൗരൻ ഉന്നതരെ വധിക്കാനുള്ള സഹായത്തിനായി മുൻകൂറായി $1 മില്യൺ ആവശ്യപ്പെട്ടിരുന്നതായും ഇത് തുടക്കത്തിൽ തന്നെ നൽകാതെ യോഗങ്ങളിൽ പങ്കെടുത്തതിന് മാത്രമായി 5000 യൂറോയാണ് ഇറാൻ നൽകിയതെന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇസ്രയേൽ തങ്ങളുടെ ഒരു പൗരൻ തന്നെ ചാരനായി മാറിയെന്ന് തുറന്ന് സമ്മതിക്കുമ്പോൾ അത് ഉയർത്തുന്ന ആശങ്കയും സുരക്ഷാ ഭീഷണിയും വലുതു തന്നെയാണ്. കാരണം ഇപ്പോൾ പിടിക്കപ്പെട്ടത് ഒരാളാണെങ്കിൽ പിടിക്കപ്പെടാതെ എത്ര പേർ ഉണ്ടാകുമെന്നത് ഇസ്രയേൽ അധികൃതർക്കും നിശ്ചയമില്ലാത്ത അവസ്ഥയാണുള്ളത്. ലോകത്തെ ഏറ്റവും വലിയ രഹസ്യാന്വേഷണ സംവിധാനമാണ് ഇസ്രയേലിന്റെ മൊസാദ്. അക്കാര്യത്തിൽ ഒരു തർക്കവുമില്ല. എന്നാൽ ഇതേ മൊസാദിന്റെയും സകല ഇസ്രയേൽ സുരക്ഷാ സംവിധാനങ്ങളുടെയും കണ്ണു വെട്ടിച്ച് ഇസ്രയേലിൽ വൻ ആക്രമണ പരമ്പര നടത്താൻ ഇറാൻ പിന്തുണയോടെ ഹമാസിന് കഴിഞ്ഞിട്ടുണ്ട്. അന്ന് ഇസ്രയേലിൽ പറന്നിറങ്ങിയ ചാവേറുകളെല്ലാം വകവരുത്തിയെന്ന് ഇസ്രയേൽ അവകാശപ്പെടുന്നുണ്ടെങ്കിലും ഇനിയും പിടിക്കപ്പെടാത്തവർ അവിടെ ഉണ്ടെന്ന് തന്നെയാണ് അമേരിക്കൻ ഏജൻസികൾ ഉൾപ്പെടെ വിലയിരുത്തപ്പെടുന്നത്.
ഇപ്പോൾ ചാരപ്രവർത്തനത്തിന് പിടികൂടപ്പെട്ട ഇസ്രയേൽ പൗരനെ പോലും ഇസ്രയേലിനകത്തുള്ള ഓപ്പറേഷന് സഹായം ചെയ്തു നൽകാൻ മാത്രമാണ് ഇറാൻ ഏജൻസികൾ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. അതായത് കൃത്യമായ ആസൂത്രണത്തോടെ ഇസ്രയേൽ ഭരണകൂടത്തെ ലക്ഷ്യമിടുന്ന ഒരു നീക്കമാണ് ഇറാൻ പിന്തുണയുള്ള സംഘടനകൾ ഇസ്രയേലിനകത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നത് വ്യക്തമാണ്. എന്നാൽ അതേസമയം നമ്മൾ മുമ്പ് സൂചിപ്പിച്ചതുപോലെ എന്തുകൊണ്ടാകും ഇസ്രയേലിനെ ആർക്കും സ്പർശിക്കാനാവില്ലെന്ന് തറപ്പിച്ച് പറയാനുള്ള കാരണം? സത്യത്തിൽ എന്താണ് ഇസ്രയേലിന്റെ കരുത്ത് എങ്കിൽ നമുക്കിനി അത് പരിശോധിക്കാം. ചുരുക്കി പറഞ്ഞാൽ ശാസ്ത്രവും സാങ്കേതിക വിദ്യയുമാണ് ഇസ്രയേൽ എന്ന യഹൂദ രാഷ്ട്രത്തിന്റെ കരുത്ത്. അതെ, ജൂത ജനതയെ നമുക്ക് കണ്ടുപിടുത്തത്തിന്റെ രാജാക്കന്മാർ എന്ന് ഒറ്റ വാക്കിൽ വിശേഷിപ്പിക്കാം. അതിന്റെ ഒരു നീണ്ട ലിസ്റ്റ് തന്നെ നമുക്കൊന്ന് എടുത്തു നോക്കാം. വോയിസ് ഓവർ ഇന്റർനെറ്റ് പ്രോട്ടോകോൾ എന്ന സാങ്കേതിക വിദ്യ കണ്ടെത്തിയത് ഇസ്രയേലാണ്. നമ്മൾ വാട്സപ്പ് ഉപയോഗിക്കുമ്പോൾ അതിന്റെ ബൗദ്ധികാവകാശ വിഹിതം ഇസ്രയേലിന് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. മൊബൈൽ ഫോണുകളും കമ്പ്യൂട്ടറുകളും ഉപയോഗിക്കുന്നു. മൈക്രോ പ്രോസസ്സറുകൾ ഇതൊക്കെ ഇസ്രയേലിന്റെ ഉൽപ്പന്നങ്ങളാണ്. വെയ്സ് എന്ന പേരിൽ ഇസ്രയേലി കമ്പനി ആരംഭിച്ച നാവിഗേറ്റർ സോഫ്റ്റ്വെയർ ആണ് പിന്നീട് നമ്മൾ ഗൂഗിൾ മാപ്പായി മാറിയത്. നമ്മളിതൊക്കെ ഉപയോഗിക്കുമ്പോഴും അതിന്റെ ലാഭവിഹിതം ഇസ്രയേലിന് കിട്ടുന്നുണ്ട്. എന്തിനധികം പറയുന്നു, USB ഡ്രൈവ് ഡാറ്റ കോപ്പി ചെയ്യാനും ട്രാൻസ്ഫർ ചെയ്യാനുമുള്ള വിദ്യ ഇസ്രയേലിൻ്റെത് മാത്രമാണ്. കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കുന്ന ഫയർവാൾ VPN സൗകര്യങ്ങളും അവരുടേത് തന്നെയാണ്. അതുപോലെ സോളാർ ഹീറ്റിംഗ് പാനലുകൾ, കാറുകളിൽ ഉപയോഗിക്കുന്ന സെൻസറുകൾ, വാട്ടർ പ്യൂരിഫയർ, ഇലക്ട്രിക് കാർ ചാർജ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യ, കാറിന്റെ ഇമ്മൊബിലൈസർ, സെൻട്രൽ ലോക്കിംഗ് സിസ്റ്റം എന്നിവയൊക്കെ ഇസ്രയേൽ കമ്പനികളുടെ കണ്ടുപിടുത്തങ്ങളാണ്. അതുപോലെ വൈദ്യരംഗത്തും ഒരുപാട് സംഭാവനകൾ ഇസ്രയേലിൻ്റെതായിട്ടുണ്ട്. എമർജൻസി ബാൻഡേജ് തൊട്ട് എൻഡോസ്കോപ്പി ഉപകരണം വരെ അതിൽ ഉൾപ്പെടുന്നു. അതുപോലെ തന്നെ ഇന്ന് ഏറ്റവും കൃത്യമായ ഇമേജ് തരുന്ന നാനോക്സ് എക്സ്റേ മിഷനും ഇസ്രയേലിന്റെ സൃഷ്ടിയാണ്. ഇസ്രയേൽ ഫലസ്തീൻ യുദ്ധസമയത്ത് ഫലസ്തീൻവാദികളെല്ലാം തന്നെ ഇസ്രയേലികളുടെ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കണമെന്ന് പറഞ്ഞുകൊണ്ടൊരു ക്യാമ്പയിന് ആഹ്വാനം ചെയ്തിരുന്നു. അങ്ങനെയാണെങ്കിൽ അത് വെച്ച് നോക്കിയാൽ നമുക്ക് ജീവിക്കാനേ സാധിക്കില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. അതെ, ജൂതന്റെ ബുദ്ധി സർവ്വവ്യാപിയായി നമ്മൾ ഓരോരുത്തരുടെയും ദൈനംദിന ജീവിതത്തിൽ വലിയ സ്വാധീനം ചെലുത്തുന്നുണ്ട്. നമ്മൾ എങ്ങാനും ഇസ്രയേൽ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കുകയാണെങ്കിൽ വാട്സപ്പ് തൊട്ട് ATM കാർഡ് വരെ നമ്മൾ ഉപേക്ഷിക്കേണ്ടി വരും. ഇതിനെല്ലാം പുറമെ മക്ഡൊണാൾഡ്സ് മുതൽ പ്യൂമ വരെ പ്രമുഖ സ്ഥാപനങ്ങളും സ്റ്റാർബക്സ് കോഫിയും ഒക്കെ ജൂതന്റെ ബുദ്ധിയിൽ നിന്നും പിറവിയെടുത്തവയാണ്. അതെ, ടെക്നോളജിയിൽ അത്രയേറെ മുന്നിലാണവർ. നമുക്കൊന്നും സങ്കല്പിക്കാൻ പോലും ആവാത്തത്ര മുന്നിൽ. എന്നാൽ ഇവിടം കൊണ്ടും അവരുടെ മിടുക്കിനെ കുറിച്ച് പറഞ്ഞു തരുന്നില്ല. കാർഷിക മേഖലയിലും ഇവർ ടെക്നോളജിപരമായി ഉയരങ്ങളിലാണ്. ഇതുകൂടാതെ മൊസാദും ഇത്ര പോലെയല്ലേ അവരുടെ ശക്തി ബോധ്യമാകാൻ. തങ്ങളുടെ സാംസ്കാരിക പാരമ്പര്യത്തിൽ അഭിമാനിക്കുന്ന ജനതകളിൽ ഒന്നാണ് യഹൂദ രാഷ്ട്രമായ ഇസ്രയേൽ. 2 സഹസ്രാബ്ദം നീണ്ടുനിന്ന പലായന പുനരധിവാസ ചരിത്രത്തിൽ ഒരിടത്തും അവർ തങ്ങളുടെ ഭാഷയും സംസ്കാരവും മതവും കൈവിട്ട് കളഞ്ഞിട്ടില്ല എന്നത് അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. സ്വന്തം രാജ്യവും സംസ്കാരവും സുരക്ഷിതമായി നിലനിൽക്കാൻ കേട്ടുകേൾവി പോലും ഇല്ലാത്ത മാർഗങ്ങൾ അവലംബിക്കാൻ അവർക്ക് യാതൊരു മടിയുമില്ല. 21-ാം നൂറ്റാണ്ടിലും ജൂതരാഷ്ട്രത്തിന്റെ രഹസ്യ സ്വഭാവത്തിന് മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. ഏത് കാര്യത്തിലും എന്ന പോലെ ആയുധങ്ങളുടെ കാര്യത്തിലും ചാരപ്രവർത്തനത്തിന്റെ കാര്യത്തിലും ഇസ്രയേൽ നമ്പർ 1 ആണ്. അതിന്റെ ഉദാഹരണമാണ് അമേരിക്ക പോലും പേടിക്കുന്ന മെർക്കാസിയിലെ മോദിൻ ഉലെ തഫ്കിദിം മെയുഹാദീം എന്ന പൂർണ്ണ നാമധേയമുള്ള മൊസാദ് എന്ന ചാര സംഘടന. ഇന്ന് ഡ്രോൺ നിയന്ത്രണത്തിലാണ് മൊസാദിന്റെ കൊലകൾ. ആളെ വിട്ട് കൊല്ലിക്കുന്ന രീതിയൊക്കെ അവർ എന്നോ വിട്ടുകഴിഞ്ഞു. ഒരാളെ കൊല്ലണമെങ്കിൽ ഉപഗ്രഹ നിയന്ത്രിത സംവിധാനം വഴിയുള്ള ഡ്രോണിൽ നിന്നായിരിക്കും ഇനി വെടിയുണ്ട വരിക. കൊലപാതകത്തിലും നൂതന സാങ്കേതിക വിദ്യയിലും തികഞ്ഞ പ്രൊഫഷണലിസമാണ് മൊസാദിന്റെ രീതി. അപ്പോൾ ഈ വിഷയത്തിൽ നിങ്ങൾ ആർക്കൊപ്പമാണ്? ഇസ്രായേലികളെ നിങ്ങൾക്ക് ഇഷ്ടമാണോ? എന്ത് തന്നെയായാലും കമൻറ്റ് ചെയ്യൂ. അതോടൊപ്പം ഈ അറിവ് എല്ലാവരിലേക്കും എത്താനായി വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ.